അങ്ങനെ അവസാനം നമ്മൾ പെട്ടു ഗൈസ്. കാരണം എല്ലാ ആനകളും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കവർ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കിട്ടില്ല ബ്രോ, അതാണ് ഞാൻ. ഹായ് ഫ്രണ്ട്സ്, KL-TET9 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പറമ്പിക്കുളത്താണ്. പറമ്പിക്കുളത്ത് ഒരു ജംഗിൾ സഫാരിയും അതുപോലെ തന്നെ ഒരു ട്രെക്കിങ്ങും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ പറമ്പിക്കുളം വന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പറമ്പിക്കുളത്ത് വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ ഓൾറെഡി നമ്മുടെ മുന്നിലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ പറമ്പിക്കുളത്ത് വീണ്ടും വന്നിരിക്കുകയാണ് ഒരു സഫാരിയൊക്കെ ആയിട്ട്. ഇതാണ് നമ്മുടെ പറമ്പിക്കുളത്തിൻ്റെ ഫസ്റ്റ് ഭാഗം വരുന്നത്. ഇവിടെ നിന്നാണ് ഞാനിപ്പോൾ ഇൻട്രോ ഒക്കെ പറഞ്ഞത്. ഇത് വന്നിട്ട് ഇവിടെ ഒരു ക്യാൻറ്റീൻ. ഈ ഒരു കടയെ മാത്രം ആശ്രയിച്ചാണ് നമുക്കിവിടെ ഫുഡിൻ്റെ ലഭ്യതയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഈ ഒരു ക്യാൻറ്റീൻ മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഇവിടെ. ഇതാണ് വരുന്നത്. നമുക്കിവിടെ മോർണിംഗ് സഫാരി ഉണ്ട്, അതുപോലെ തന്നെ ട്രക്കിങ് നമുക്ക് അവൈലബിൾ ആണ്. 400 രൂപയാണ് ഒരാൾക്ക് വരുന്ന ജംഗിൾ സഫാരി ഫീസ് വരുന്നത്. ഫ്രണ്ട്സ്, ഈ കാണുന്ന വിഷ്വൽസ് നമ്മൾ പറമ്പിക്കുളം എത്തനേക്കാൾ തൊട്ട് മുമ്പ് എടുത്തൊരു വിഷ്വലാണ്. ഇത് തമിഴ്നാട് ഒരു അണ്ടറിൽ വരുന്ന ഒരു പ്രദേശമാണ്. ആനമലൈ എന്ന് പറയുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് പറമ്പിക്കുളത്ത് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് കിട്ടിയൊരു വിഷ്വൽ ജസ്റ്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വെൽക്കം ടു അവർ ഫാമിലി. നേരെ നമുക്ക് നമ്മുടെ യാത്രയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തം വാഹനത്തിലാണ് പോകുന്നത്. കാരണം ഗവൺമെൻറ് വെഹിക്കിളിന് ടിക്കറ്റും അതുപോലെ തന്നെ സീറ്റും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്വന്തം വെഹിക്കിളിന് പോകാൻ പറ്റും. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിക്ക് പോകാം. കൂടെ ഫോറസ്റ്റിൻ്റെ ഒരു സ്റ്റാഫും ഉണ്ടാവും. നമ്മുടെ കൂടെയുള്ള സെൽവഞ്ചനാണ്. നമ്മുടെ ട്രക്കിങ്ങിലൂടെ ഉണ്ടായിരുന്ന സെൽവഞ്ചൻ ഉണ്ട്. ഏകദേശം 64 കിലോമീറ്ററോളം നമുക്ക് ഉൾക്കാടുകളിലൂടെ സഞ്ചരിക്കാൻ പറ്റും. അതിൽ തന്നെ 1-2 ഡാമുകൾ, ഏകദേശം 500 വർഷത്തോളം പഴക്കമുള്ള നമ്മുടെ കന്നിമരത്തേക്ക്, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മൾ ഈ പോകുന്ന വഴിയെല്ലാം. എന്തായാലും അതെല്ലാം നമുക്ക് വഴിയെ കാണാം. ഇതാ പോകുന്ന വഴി പറമ്പിക്കുളത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരുപാട് മാൻകൂട്ടത്തിനെ കാണാം. നമ്മളെന്തായാലും ഡിസംബറിൽ വന്നുകൊണ്ട് പകൽ സമയങ്ങളിലാണെങ്കിലും ഈവനിങ് ടൈമിലാണെങ്കിലും നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണുപ്പും അതുപോലെ നല്ല ക്ലൈമറ്റുമാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് വരാൻ ശ്രമിക്കുക. കാരണം കുട്ടികളുടെയൊക്കെ ഒരു അവധിക്കാലത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. കാരണം നമ്മുടെ പാലക്കാട് തന്നെയാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും വരാൻ ശ്രമിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് നമുക്ക് പറമ്പിക്കുളത്ത് സഫാരിക്ക് വരുമ്പോൾ, അതായത് വണ്ടിക്ക് സഫാരിക്ക് വരുമ്പോൾ ഉള്ള ഒരു വ്യൂ പോയിൻ്റാണ്. ഫസ്റ്റ് ഒരു ഡാമാണ്. ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അവിടെ നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയിൽ ഒരാൾ കയറി ഇരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് നമ്മുടെ ഫുഡും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. നമ്മൾ റോട്ടിൽ നിന്ന് ഇനി നേരെ ഓഫ് റോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ ടാർട്ട് റോഡിൽ നിന്ന് നേരെ കോൺക്രീറ്റ് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ മണ്ണ് വഴിയായിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഉൾക്കാടിലേക്കാണ് ഇനി പോകുന്നത്. ഇതുവരെ വന്നത് കാട്ടിൽ കൂടിയുള്ള വഴി തന്നെ, പക്ഷേ ഇപ്പോൾ പോകുന്നത് നേരെ ഉൾക്കാടുകളിലേക്കാണ് പോകുന്നത്. നമുക്കെന്തായാലും അടുത്ത സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് കാട്ടികളുടെയാണ്. മെയിലും ഫീമെയിലായിട്ടുള്ള ഒരുപാട് കാട്ടികളുണ്ടായിരുന്നു. പറമ്പിക്കുളത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആനകളും കാട്ടികളും ഒരുപാടുണ്ട്. എന്നും വെച്ച് നമ്മൾ എല്ലാ ട്രിപ്പിനും പോകുമ്പോൾ കാണുന്നില്ല. എന്തായാലും നമുക്ക് ഈ പ്രാവശ്യം ഭാഗ്യമുണ്ടായിരുന്നു. ഈവനിങ് ടൈമിന് നല്ല രീതിയിൽ കാട്ടികളുടെ മനോഹരമായ വിഷ്വൽസ് കിട്ടിയായിരുന്നു. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ട്രിപ്പ് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ പറമ്പിക്കുളം. മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ എല്ലാത്തിനും നല്ല റേറ്റ് കുറവാണ്. ജംഗിൾ സഫാരിക്കും ട്രക്കിങ്ങിനൊക്കെ ആണെങ്കിലും 300-400 രൂപ ആ റേഞ്ചിലേക്കാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. 2 എൻട്രൻസ് വേണം. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും 2 എൻട്രൻസ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. parambikulam.org എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്.
മതിയാ റൈറ്റാ നമുക്ക് വീണ്ടും സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഒരു കൂട്ടം മ്ലാവുകളുടെയാണ്. ഇംഗ്ലീഷിൽ തന്നെ പറയുന്നത് സാമ്പാടിയർ എന്നാണ്. മെയിലായിട്ടുള്ള സാമ്പാടിയറുകൾ വളരെ കുറവാണ്. കാരണം വെച്ചാൽ അറിയാൻ പറ്റും 3-4 ഉള്ളൂ ഈ ഒരു ഗ്രൂപ്പിൽ. ബാക്കിയുള്ളത് കൂടുതലും ഫീമെയിൽസാണ്, കുട്ടികളും ഉണ്ട്. ഇവർ നല്ല രീതിയിൽ അലേർട്ടാണ്. കാരണം ഇവർ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തിട്ടൊക്കെ ശ്രദ്ധിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ കാണുന്ന വിഷ്വലിൻ്റെ ലെഫ്റ്റും റൈറ്റും ഇവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നിന്ന് ചെറിയ ശബ്ദങ്ങളും കേൾക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ചെറിയ രീതിയിലുള്ള നോയ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. കൂട്ടത്തിലുള്ള മ്ലാവുകൾ വെള്ളം തട്ടി തെറിപ്പിക്കുന്ന കാണാം. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സെൽവൻ ചേട്ടൻ പറഞ്ഞത് അവർ പാനിക്കായിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന ജീവികളെ ജസ്റ്റ് അവർ ധൈര്യവാന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കുന്നതും ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് നേരം നല്ലൊരു കാഴ്ച കിട്ടി. പറമ്പിക്കുളം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 400 ടിക്കറ്റിന് അതിൻ്റെ ഇരട്ടി വിഷ്വൽസാണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയത്. എന്തായാലും നമുക്കിതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളെന്തായാലും ഈ വിഷ്വൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പുറകെ ഒരു വാഹനം വരികയുണ്ടായി. അവർ പറഞ്ഞത് അവരുടെ വണ്ടിയെ ക്രോസ് ചെയ്ത് ഒരു വൈൽഡ് ഡോഗ്സ് 2 ഓടിപ്പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ്, ഇപ്പോൾ ഈ നമ്മൾ മാവിൻ്റെ വിഷ്വൽ എടുക്കുന്ന ബാക്ക് സൈഡിൽ കൂടിയാണ് ആ വൈൽഡ് ഡോഗ്സ് ഓടിപ്പോയത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ ഇവരും നോക്കുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. ആ കാട്ടിൽ നിന്ന് എന്താ പറഞ്ഞത്? ധ്യാനയാണോ? കാട്ടിലെന്താ ഇളകണത്? എവിടെ അങ്ങനെ അവർ റൈറ്റ് സൈഡിലേക്ക് നോക്കി പാനിക്കായിട്ട് നിന്നതിൻ്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു കൂട്ടം കാട്ടാനകളുണ്ടായിരുന്നു. അവർ കൊമ്പും മരങ്ങളൊക്കെ വലിച്ചൊടിക്കുന്ന സൗണ്ട് കേട്ടാണ് അവർ പാനിക്കായിട്ട് നിന്നത്. റൈറ്റിൽ ഫ്രണ്ടിൽ ഒരെണ്ണം കിട്ടും. ഫ്രണ്ടിൽ ഈ ഓപ്പണിലേക്ക് വരാനുള്ള പ്ലാനാണ്. ഓപ്പണിലേക്ക് വന്ന് നമ്മൾ രക്ഷപ്പെട്ടു. എനിക്ക് നല്ല ലൈറ്റിൽ നല്ല വിഷ്വൽ കിട്ടും. ഉള്ള കയറി പേർത്ത് കന്നിമാര തേക്കാണ്. അതായത് ലോകത്തുള്ള വലിയ തേക്ക് മരങ്ങളിൽ ഇതും ഒന്നാണ്. ഇത് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലാണ് ഈ മരം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വേറെ ടൈപ്പ് മരങ്ങൾ ഇതിനേക്കാളും വലിപ്പമൊക്കെ ഉള്ളതൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ തേക്കിൽ ഇത്രയും വലിപ്പമുള്ള കാണണമെങ്കിൽ പറമ്പിക്കുളം തന്നെ മാക്സിമം വരണം. ഇപ്പോൾ ഏകദേശം ഒരു 500 വർഷമാണ് ഈ മരത്തിന് പ്രായം പറയുന്നത്. തൊട്ടടുത്ത് ഒരു മരം ഉണ്ടായിരുന്നു, അത് ബ്രിട്ടീഷുകാർ കട്ട് ചെയ്ത് കൊണ്ടുപോയി. അതിൻ്റെ ഒരു പോർഷൻ സാമ്പിൾ മുറിച്ചെടുത്തിട്ടാണ് നമ്മൾ ഏകദേശം പ്രായം പറഞ്ഞത്. ഇനി ഇത് കട്ട് ചെയ്താലേ എക്സാക്റ്റ് ഏജ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബ്രിട്ടീഷുകാർ പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കട്ടുകൊണ്ടുപോയിട്ടുള്ള ഒരു തേക്കിൻ്റെ ഒരു കുറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സെൽവഞ്ചിനെ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഏതാണ് മനസ്സിലായില്ല. അല്ല, ഇതിപ്പോൾ കുറച്ച് പഴകിയപ്പോൾ അതിൻ്റെ ആ വളയത്തിൻ്റെ ഇത് അതിലുണ്ട്, ഇത് അതിലുണ്ട്. ആ പൊരുപ്പിലൊക്കെ ഉണ്ടോ? ആ അതാ ഇതാണ് അതിൻ്റെ ഏജ് കണക്കാക്കുന്നത്. അതിപ്പോൾ ഓരോ വർഷത്തേക്ക് ഓരോ റിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. 10 വർഷത്തേക്ക് എങ്ങാണ്ട് ഒരു റിംഗാണ്. ഓ അങ്ങനെ ഓരോ കട്ടി ഇതുപോലെ ഓരോ റിംഗായിട്ട് കയറി വരില്ലേ? ഇനിയിപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക. അതാണ് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ തേക്ക്. ആ വഴി ജസ്റ്റ് ഇങ്ങോട്ട് കയറി വന്നാൽ മതി. ഈ കട്ട് ചെയ്തുകൊണ്ടുപോയ തേക്കിൻ്റെ ഭാഗം നമുക്ക് കാണാൻ പറ്റും. സെൽവൻ ചേട്ടാ, ഇവിടുന്ന് കട്ട് ചെയ്ത മരം എങ്ങോട്ടാണ് കൊണ്ടുപോയത്? അവരെന്ന് വെച്ചാൽ പറമ്പിൽ ടോപ്പ് സ്ലിപ്പ് മുതൽ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു, ഒരു ട്രാമ്പ്, അതായത് ചാലക്കുടി വരെ. അവർ അതിലൂടെയാണ് ഇവിടുത്തെ മരങ്ങളെല്ലാം മുറിച്ച് കടത്തിക്കൊണ്ടുപോയത്. അവിടെ നിന്ന് കപ്പൽ വഴി അവർ ഇംഗ്ലണ്ട് തന്നെ കൊണ്ടുപോയി. അതിനുശേഷം ഈ മൊട്ടക്കുന്ന് പോലത്തെ ഒരു കാടായിരുന്നു, അതായത് ഇലവഴിയും വനമാണ് ഇത് മൊത്തം. ഈ മുറിച്ച തേക്കും എല്ലാം കൊണ്ടുപോയി. അപ്പോൾ അതിനുശേഷമാണ് വീണ്ടും മുറിക്കാന്നുള്ള പ്ലാനിൽ അവർ ഈ തേക്ക് മരം പിടിപ്പിച്ചത് ഈ മൊട്ടക്കുന്നിൽ. അതുപോലെ ആ തേക്ക് വളരുന്ന ഒരു ആൾട്ടിറ്റ്യൂഡ് സ്ഥലം കൂടെയാണ്.
ഇതിനേക്കാളും പൊക്കം കൂടരുത് കുറയരുത്, എന്നാൽ തേക്ക് വളർച്ചയ്ക്ക് പ്രശ്നമാകും. അപ്പോൾ തേക്കിന് പറ്റിയൊരു മേഖലയാണ് ഈ പറമ്പിക്കുളം മേഖല. അതുപോലെ ഇത് കൊച്ചി രാജാവിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പോർഷനും കൂടെയാണ്. ഈ ഇങ്ങനെ നെല്ലിയാമ്പതി, ഈ പറമ്പിക്കുളം എല്ലാം കൊച്ചി രാജാവിൻ്റെ അണ്ടറിൽ വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഷിപ്പ് യാർഡ് പണിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവർക്ക് മൊത്തം കോൺട്രാക്റ്റ് കൊടുത്തെന്നാണ് പറയണം ഈ ബ്രിട്ടീഷുകാർക്ക്. അതെ. പിന്നെ ഒരു 1958-60 ആ കാലത്തോടു കൂടി ആ റെയിൽ പാളം എല്ലാം എടുത്തു മാറ്റി ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു വഴിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് പബ്ലിക് അലൗഡല്ല, നമ്മളെ ഓഫീഷ്യൽസൊക്കെ അത് വഴി പോകാറുണ്ട് വാഴച്ചാലിലേക്ക്. നമുക്ക് വിഷ്വലി കാണുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് തോന്നാം, പക്ഷേ നല്ല ഹൈറ്റുള്ള ഒരു തേക്ക് മരം തന്നെയാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഒരു വ്യൂ പോയിന്റ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ജംഗിൾ സഫാരിയിൽ പെട്ട ഒരു ഏരിയ തന്നെയാണ്. അതായത് നമ്മുടെ കടലിൽ നിന്നും 1400 മീറ്റർ ഉയരത്തിലാണ് ആ കാണുന്ന മലയുടെ ടോപ്പ് ഭാഗം നിൽക്കുന്നത്. പറമ്പിക്കുളത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണിത്. ഫ്രണ്ട്സ്, ഇത് വന്നിട്ട് ഇവിടുത്തെ ബാംബു റാഫ്റ്റിംഗ് നടക്കുന്നതാണ്. നമുക്ക് ഒരു വെബ്സൈറ്റിൽ കണ്ടാൽ അറിയാൻ പറ്റും, ടിക്കറ്റൊക്കെ ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു വ്യൂവിലേക്ക് പോവാം. ഇത് ബാംബു റാഫ്റ്റിംഗ് നടന്ന സ്ഥലം. ഇവിടെ എത്ര മണി എന്തുവരുന്ന സ്ഥലം ചേട്ടാ കൊണ്ടുപോകണേ? അരമണിക്കൂറാണ്. 4 പേർക്ക് 500 രൂപയാണ് അതിൻ്റെ റേറ്റ്. അത് ഒരാൾ കയറിയാൽ 500 അടക്കേണ്ടി വരും. പിന്നെ 4 കൂടുതൽ ഒരാൾ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഒരാൾക്ക് 100 രൂപ ചാർജ് ഈടാക്കും. അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ. മൊത്തം അപ്പോൾ എത്ര പേർക്ക് കയറാനുള്ള സൗകര്യം ഉണ്ട്? ഒരു 10-15 പേരോളം കയറാൻ പറ്റും. ലൈഫ് ജാക്കറ്റ് എല്ലാം ഉണ്ട്. ലൈഫ് ജാക്കറ്റ് എല്ലാം ഉണ്ട്. സേഫാണ്. അപ്പോൾ ഇത് തുഴയാൻ എത്ര പേരുണ്ട്? തുഴയാൻ 4 പേര്. ഈ ഒരു വിഷ്വലിൽ കാണുന്ന മാനിനെ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ 2 കൊമ്പുകളും പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഏകദേശം 12 അല്ലെന്നുണ്ടെങ്കിൽ 13 മാസം ആകുമ്പോഴേക്കും മാനുകളുടെ കൊമ്പുകൾ കൊഴിയാറുണ്ട്. എല്ലാ വർഷവും ഇത് നടന്നു വരുന്നൊരു പ്രക്രിയയാണ്. അതിനുശേഷം വരുന്ന കൊമ്പുകൾക്ക് ഒരു വെൽവെറ്റ് കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കൊമ്പുകളായിരിക്കും. വെൽവെറ്റ് കോട്ടിംഗ് അല്ല, അതിൻ്റെ സ്കിൻ അങ്ങനെയായിട്ടാണ് അങ്ങനെ വരുന്നത്. ശേഷം അത് വളർച്ച എത്തിക്കഴിയുമ്പോൾ മരത്തിൻ്റെ കൊമ്പുകളിലും അതുപോലെ തടികളിലൊക്കെ വരച്ചിട്ടാണ് അവൻ്റെ ഫസ്റ്റ് കോട്ടിങ് കളഞ്ഞിട്ട് അതിൻ്റെ കൊമ്പിൻ്റെ ഷാർപ്നെസ്സും കാര്യങ്ങളൊക്കെ ഒരു കൂട്ടിയെടുക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കൊമ്പുകൾ കൊഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല. നമുക്കിത് കണ്ടറിയാൻ പറ്റും, നല്ല റെഡിഷ് ആയിട്ടിരിക്കുന്നത്. ഇതിന് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, കാരണം ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണെന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഇതുങ്ങൾക്ക് കൊമ്പ് വരും. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു വിഷ്വൽ കിട്ടി, നമ്മളത് നിങ്ങളും കൂടിയായിട്ട് പങ്കുവെക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും ഭാഗ്യമുണ്ട്, നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കുട്ടിക്കൊമ്പൻ നിൽക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് നേരത്തെ കിട്ടിയ വിഷ്വൽസൊക്കെ അത്യാവശ്യം ലോങ് ആയിരുന്നു ആനിമൽസ് നിന്നത്. ഇത് വളരെ ക്ലോസ് ആയിട്ട്. ഫ്രണ്ട്സ്, ഇതൊരൊറ്റ കുട്ടിക്കൊമ്പനല്ല കേട്ടോ, ഇതിൽ ഒരുപാട് ഗ്യാങ് ഉണ്ട്. ഇത് അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു 10-20ഓളം ആനകളുണ്ട്. പക്ഷെ നമുക്ക് റോഡ് സൈഡിൽ തന്നെ കിട്ടിയേക്കുന്നത് മെയിനായിട്ട് 3-4 ആനകളാണ്. ബാക്കിയെല്ലാം ഉള്ളിലുണ്ട്. കാരണം അവരുടെ കൂട്ടത്തിന് നമുക്ക് കാണാൻ പറ്റി. അവർ മരങ്ങളൊക്കെ വലിച്ചൊടിക്കുന്നതും പുല്ലുകളൊക്കെ പറിച്ചിരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ വിഷ്വലി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം ഒരുപാട് നല്ല കാടുകളുള്ളതുകൊണ്ട് ജസ്റ്റ് അവരുടെ പുറത്തേക്കുള്ള വിഷ്വൽസ് മാത്രമേ നമ്മൾ കിട്ടിയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം മരങ്ങളുടെ മറയിലായതുകൊണ്ട് കുറച്ച് പാടായിരുന്നു കേട്ടോ എടുക്കാൻ. നമ്മളിപ്പോൾ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ 24 മണിക്കൂർ. 24 മണിക്കൂറിൽ ആനകൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. ബാക്കിയുള്ള കുറച്ച് സമയങ്ങളാണ് അവർ കൂടുതൽ മറ്റുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ പോകുന്നത്. ബാക്കിയുള്ള ഫുൾ ടൈമും അവർ ഇതുപോലെ തീറ്റ അന്വേഷിച്ചും പുല്ലുകളൊക്കെ പറിച്ചാണ് തിന്നുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറമ്പുകളും വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ആനകളെ, അതായത് ഒരു കൂട്ടം ആനകളെ ആദ്യമായിട്ടാണ് ഇത്രയും കാണുന്നത്. എന്തായാലും
നമുക്കും നമ്മുടെ കൂടെ വന്ന ഗ്യാങ്ങിൽ എല്ലാവർക്കും ഭാഗ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ വിഷ്വൽസും ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങളും ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളെ കാണാൻ ഇവിടെ വരിക. അപ്പോൾ നമ്മുടെ സഫാരി ടൈം തീരാറായി. 3 മണിക്കൂറാണ് നമ്മുടെ സഫാരി ടൈം. ഏകദേശം ടൈം തീരാറായിട്ട് നമ്മൾ അവിടെ പോയിട്ട് ഒന്നും കൂടി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ നമ്മൾ വീണ്ടും റിട്ടേൺ ഇതിൽ വരും. അലക്കല്ലേ എന്തായി പോയേക്കാം. പുറകിൽ വണ്ടി ഉണ്ടോ? ഇനി ആര് നമ്മളല്ലേ ലാസ്റ്റ് നോക്ക് നോക്ക്. കാരണം 6 അങ്ങനെ അവസാനം നമ്മൾ പെട്ടു ഗൈസ്. കാരണം എല്ലാ ആനകളും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പേടിയുണ്ടായി. പക്ഷെ നമ്മുടെ കൂടെയുള്ള സെൽവൻ ചേട്ടൻ പക്ക എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം സെൽവൻ ചേട്ടൻ പറഞ്ഞു നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട, കാരണം ഇവരാരും നമ്മൾ അറ്റാക്ക് ചെയ്യുന്നൊരു പ്രകൃതക്കാരല്ല. കാരണം ഇവർക്ക് അങ്ങനെ ഒരു ശക്തമായിട്ടൊരു ഗ്യാങ് ലീഡർ ഇല്ല. അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. ബാക്കിൽ കാലി മാറ്റി ചരിഞ്ഞില്ല, പൊസിഷൻ എടുത്തിരിക്കുക. ഞാനിങ്ങനെ പെട്ടിട്ടില്ല. ഏത് സമയം റിവേഴ്സ് സെറ്റ് മാറാൻ റെഡി ആയിക്കോട്ടെ. സാർ വണ്ടി പിടി, നിങ്ങൾ ആനയെ നോക്കണ്ട, നിങ്ങൾ റോഡ് മാത്രം വണ്ടി നോക്കി വണ്ടി പതുക്കെടുത്തു. നോക്കി 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 പതുക്കെടുക്ക്. നിങ്ങൾ ആന നോക്കണ്ട, നോക്കണ്ട. അവൻ ചാർജ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ മറ്റവന്മാരാണ് പ്രശ്നം. മെല്ലെ 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 അവനോടി അവനോടി അങ്ങനെ നമ്മൾ ഭാഗ്യം കൊണ്ട് അവസാനം രക്ഷപ്പെട്ടു. എന്തായാലും നമ്മുടെ സഫാരി ടൈം കഴിഞ്ഞു. ഇനി നമ്മൾ 7 മണിക്ക് ഉള്ളിൽ പറമ്പിക്കുളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിയണം. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കിട്ടിയ കുറച്ച് വിഷ്വൽസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ എല്ലാ നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് അയക്കുക. ലൈറ്റ് കിട്ടില്ല ബ്രോ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ ലൈറ്റിന്റെ ഇഷ്യൂ ഇതുണ്ടോ? ഒന്നും ചെയ്യില്ല. കാട്ടുപോത്ത് 100-നാവോ? ഇതിപ്പോ എനിക്ക് ആ സാധനം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അവനോട് വരായിരുന്നു. അടുത്ത വനുണ്ട് കിട്ടുന്നുണ്ടാവും സാർ. ഇത് മറ്റേ നമ്മളെ ഡാം ക്രോസ് ചെയ്തു. ആ അതേ ഡാമില്ലേ? റെക്കോർഡായില്ലേ? കരപ്പെട്ട് കയറും, അങ്ങോട്ട് കയറുക.
ഇവന് പകലൊന്നുകൂടെ ഞാൻ 2 ഫോട്ടോ എടുക്കൂലായിരുന്നു. നിങ്ങളുടെ ഞാൻ ലൈറ്റ് ഒന്ന് ബ്ലിം ചെയ്ത് നോക്കട്ടെ. ഒന്നും ചെയ്യണ്ട. അതെ പോയിന്റ് അങ്ങോട്ട് പോയി കിടക്കും, അതുകൊണ്ടാ.